സുഹൃത്തുക്കളെ, ഇന്ന് പറയാൻ പോകുന്നത് ജീനിയസായ ശ്രീനിവാസൻ ചേട്ടന് യാത്രയയപ്പ് നടത്തിയല്ലോ. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു യാത്രയയപ്പ് ഒരു സിനിമാ മേഖലയിലോ രാഷ്ട്രീയ മേഖലയിലോ ഉണ്ടായതിന് സംശയമുണ്ട്. അച്യുതാനന്ദൻ്റെ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ സിനിമാക്കാരിലുണ്ടായിട്ടില്ല ഇത്രയും വലിയൊരു യാത്രയയപ്പ് പഠിത്തമൊന്നും. ഈ ചാനലുകളെല്ലാം സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലത്ത് ഇത്രയും വലിയൊരു യാത്രയയപ്പ് ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് MT വാസുദേവൻ നായർ അന്തരിച്ചപ്പോൾ പോലും ഇത്രയും ജനക്കൂട്ടമോ ഇത്രയും വലിയൊരു യാത്രയയപ്പ് ഉണ്ടായിട്ടില്ല. ഇത് സിനിമാ മേഖലയിലുള്ള എല്ലാ ആൾക്കാരും പങ്കെടുത്ത ഒരു യാത്രയയപ്പാണല്ലോ ഇത്. പോരായിട്ട് പൊതുജനങ്ങളും അതേപോലെ ഭാരതം, പത്മരാജ്, IV ശശിയെല്ലാം മരിച്ചിട്ട് ഒന്നും ഇതിൻ്റെ ഒരു കാൽഭാഗം ആൾക്കാരും കൂടി ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ നടന്മാരായ തിലകൻ, നെടുമുടി, മുരളി, ഗോപി, മാമുക്കോയ, ഇന്നസെൻ്റ്, പപ്പു ഇവരൊന്നും പോയപ്പോഴും ഇതിൻ്റെ കാൽഭാഗം ആൾ ഉണ്ടായിട്ടില്ല. ഇത്രയും മാധ്യമങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. പത്രങ്ങളും മനോരമയിൽ മാതൃഭൂമിയിലെല്ലാം വന്ന ശ്രീനിവാസൻ്റെ വലിയ ഫോട്ടോ അതുപോലത്തെ ഒന്നും അടുത്ത കാലത്തൊന്നും ആർക്കും വന്നിട്ടില്ല. ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ മരിച്ച സമയത്താണ് പ്രേം നസീറിന് കണ്ണീരോടെ വിടാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് പേജിൽ വലിയ തലക്കെട്ടിൽ ആ പേജ് ഫുള്ളായിട്ട് നസീർ സാറിൻ്റെ. അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് ശ്രീനിവാസൻ്റെ. എന്നിട്ട് ഭാവഗായകൻ ജയേന്ദ്രൻ ചേട്ടൻ മരിച്ചപ്പോൾ പോലും ഇത്രയും ഉണ്ടായിട്ടില്ല. ജയേന്ദ്രൻ ചേട്ടനും വലിയ കഴിവുള്ള ആളല്ലേ. ഒരു സിനിമാ നടനേക്കാളും പ്രാധാന്യം കൊടുക്കണം ഒരു ഗായകന്. സിനിമാ നടൻ ആർക്കും ആകാം, പാട്ടങ്ങനെ എല്ലാവർക്കും പാടാൻ കഴിയില്ല. ജയേന്ദ്രൻ ചേട്ടനെല്ലാം യേശുദാസ് കഴിഞ്ഞാൽ 2ാം സ്ഥാനമുള്ള ജയേന്ദ്രൻ ചേട്ടൻ. അദ്ദേഹത്തിന് പോലും ശ്രീനിവാസന് കിട്ടിയ യാത്രയയപ്പ് കിട്ടിയില്ല. അതിനെക്കുറിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ശ്രീനിവാസൻ്റെ വില ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അദ്ദേഹം അസുഖമായിട്ട് കിടന്ന സമയത്ത് ആർക്കും ഒരു മാധ്യമപ്രവർത്തകർ പോയിട്ട് സംസാരിക്കാനോ പിടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മരിച്ചവരെന്ന് എല്ലാവരും ഓടി വന്നു. ഓക്കെ.